അസ്സലാമു അലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഭയങ്കര മടിയടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വെക്കേഷനായിട്ട് മക്കളെ പോലെ തന്നെ എനിക്കും നല്ല മടി പിടിച്ച്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ നമ്മളിങ്ങനെ ചെയ്യണമെങ്കിൽ ഭയങ്കര പണിയാണല്ലോ, അതുകൊണ്ടാണ് വ്ളോഗൊന്നും ചെയ്യാത്തിട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മ ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉമ്മാനെ ഇട്ട് ഞാൻ ഉപ്പാൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോകാൻ കേട്ടോ. അമ്മായിയുടെ വീട്ടിലേക്ക് വല്ലപ്പുഴയ്ക്കാണ് കേട്ടോ പോണത്. അങ്ങനെ വല്ലപ്പുഴയിൽ അമ്മായിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇത് അമ്മായിയുടെ വീടാണ്. അമ്മായിയുടെ 3 മക്കളുടെ വീടും അടുത്തടുത്താണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. ഒരുപാട് പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട്, പക്ഷേ കമൻസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എന്നാലല്ലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അമ്മായിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ് കേട്ടോ. അമ്മായിയുടെ മൂത്ത മകൻ്റെ വീടാണ് ഫസ്റ്റ് കണ്ടത്. ഇത് അമ്മായിയുടെ അത് നമുക്ക് വീഡിയോസിൽ കാണാം. അപ്പോൾ ചെറിയ രണ്ടാമത്തെ മകൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മായി. അങ്ങനെ അമ്മായിയുടെ വീട്ടിലെത്തിയിട്ടോ. ഇത് അമ്മായിയുടെ മോൻ്റെ കുട്ടിയാണ്. അപ്പോൾ മാമാനെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. മാമാക്ക് കാലിന് ചെറിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഭേദമുണ്ട്. അപ്പോൾ എൻ്റെ മോളിനായിട്ട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ മാമ. അപ്പോൾ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അത് അങ്ങനെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അമ്മായിയുടെ രണ്ടാമത്തെ മോൻ്റെ വീടാണ് കേട്ടോ, ഷമീർ ഖാൻ്റെ വീട്. ഷമീർ ഖാക്ക് എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കേട്ടോ ഫുള്ള് അധികം വീട് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക വൈറ്റ് ഹൗസായിട്ട് നല്ല ഇഷ്ടപ്പെട്ട കളറാത്രേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എൻ്റെയും ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അന്ന് അവിടെ ഇങ്ങനെ വീട് പണി നടക്കുന്ന സമയത്ത് കുടിയിരിക്കലൊക്കെ ആയ സമയത്ത് മൂത്തക്കാരുടെ പേര് ഷെരീഫ് കേട്ടോ. അപ്പോൾ ഷെരീഫ്ക്ക പറഞ്ഞു, പൊന്നാരൻ്റെ മുഫിയെ ഞാൻ ഇവനെ കൊണ്ട് ഇടങ്ങറായിക്കണു, ഇവനക്ക് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണം. വീടിൻ്റെ എല്ലാ സാധനങ്ങളും അതായത് വീടിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ അത് കണ്ടില്ലേ, കാർപ്പറ്റ് അതേപോലെ സോഫ. ഇവൻ്റെ പിന്നാലെ ഞാൻ നടന്ന് ഇടങ്ങറയിക്കണു ഇവനക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്ട് ഒപ്പിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ട കളറാകുമ്പോൾ പിന്നെ എന്താ ചെയ്യുക. ഇത് മക്കളുടെ റൂമാണ് കേട്ടോ. അതിങ്ങനെ കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാ. അപ്പോൾ ഇത് എന്താ മാസ്റ്റർ ബെഡ്റൂം, അവരുടെ ബെഡ്റൂമാണ് കേട്ടോ. മാഷാ അല്ലാ എല്ലാം അടിപൊളിയാണ്. എന്നാലും ഒരു വിധമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെല്ലാം ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ മാഷാ അല്ലാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഈ പറഞ്ഞ പോലെ പ്രത്യേക ഒരു രസമാണല്ലേ, നല്ല ഭംഗി, നമുക്ക് പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്തു പോവാനും. പിന്നെ ഷമീർ ഖാക്ക് മാഷാ അല്ലാ 5 മക്കളാണ് കേട്ടോ, 5 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ആ മക്കളൊക്കെ വെച്ചിട്ട് റിജിത്താത്ത മാഷാ അല്ലാ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊരു ഇതിലാണ് തീമിലാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും മാഷാ അല്ലാ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് എന്താ പറയുക വീടും അതേപോലെ വീടിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും ഞാൻ കാണാറുണ്ട് കേട്ടോ ഇങ്ങനെ വീടൊക്കെ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എത്ര വീടുള്ളവരാണെങ്കിലും നമുക്ക് വീടും അതിലത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ നമുക്ക്.
ഇത് ഷെജീർഖാൻ്റെ വീടാണ് കേട്ടോ. അമ്മായിയുടെ ചെറിയ മോൻ്റെ വീടാണ്. ഷെജീർക്ക് റായിലാത്തിയും കുട്ടികളൊക്കെ ഗൾഫിലാണ്. ഇവിടെ ഇപ്പം ആരുമില്ല. ഇപ്പോൾ ഷെമീർ ഖാൻ്റെ വീട്ടിലാണ്. ഷെമീർ ഖാൻ രണ്ടാമത്തെ മോനാണ്. ഷെമീർ ഖാൻ്റെ വീട്ടിലാണ് ഇപ്പം അമ്മായിയും മാമിയും മക്കളും എല്ലാവരൊക്കെ. പിന്നെ അത് മൂത്ത ഏട്ടൻ്റെ വീടാണ് ആ കാണുന്നത്. ഇനി അടുത്ത ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകണം. ഷെരീഫ് ഖാൻ്റെ വീട്. അവിടെ ഷെരീഫ് ഖാ ഗൾഫിലാണ്. ഷെരീഫ് ഖാടെ മക്കളും താത്തി മാത്രമുള്ളൂ അവിടെ. അങ്ങനെ കിണറുണ്ട് കേട്ടോ. ഇവിടെ റംബൂട്ടാൻ്റെ മരമാണ് കേട്ടോ ഈ കാണുന്നത്. റംബൂട്ടാൻ നിൽക്കണുണ്ടോ? അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എന്നിട്ട് അടുത്ത് കഴിഞ്ഞ് പോണത് ഷെരീഫ് ഖാൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. റജിത്താത്തി അമ്മായിയും ടാറ്റ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഷെരീഫ് ഖാൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. നേരം കുറേ ആയി. ഇത് ബാക്കിൽ കൂടെയാണ്. വ്ളോഗൊക്കെ ചെയ്യണ കാരണം പിന്നെ ബാക്കിൽ കൂടെ പോയില്ലട്ടോ. ഞാൻ ഫ്രണ്ടിൽ കൂടെ തന്നെ വരാം. ബാക്കിൽ കൂടെ പോകുമ്പോൾ പിന്നെ കുറച്ച് ചെടികളൊക്കെ കാണാമല്ലോ. ബാക്കിലും അതുപോലെ ഫ്രണ്ടിലൊക്കെ കൊച്ചു കൊച്ചു ചെടികളും മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാമല്ലേ. അവരിപ്പോ വരും. വന്നു കുട്ടനെ പോടുന്നു. പഠിച്ചാൽ ഇതൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തുണ്ടാക്കേണ്ടത് ഞാൻ ആലോചിച്ച് നോക്കണത്. എന്താടാ അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് TNTയിൽ കയറിയിട്ടോ. മക്കൾക്ക് TNTയിൽ കയറാത്ത കാരണം ഭയങ്കര വിഷമമാണ്. എൻ്റെ ഉമ്മ അത് എപ്പോഴും പറയും, എൻ്റെ കുട്ടികളെ TNT കൊണ്ടുപോയിട്ടില്ല എന്ന്. കാരണം ഞങ്ങൾ ഉപ്പാൻ്റെ കൂടെ ഒരിക്കൽ എൻ്റെ ഉപ്പ നാട്ടിലുള്ള സമയത്ത് ഇതേപോലെ മാമ ഇപ്പോൾ നമ്മൾ പോയില്ലേ, വല്ലപ്പോഴേ പോയില്ലേ, ആ മാമ വയ്യാതെ എടുക്കുന്ന സമയത്ത് വീണ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കാണാൻ പോയി വരുമ്പോൾ ഞങ്ങൾ 4 മക്കളും ഉമ്മയും കൂട്ടായിട്ടാണ് പോയത് ഉപ്പാടെ കൂടെ. അപ്പോൾ അന്ന് തിരിച്ചു വരുമ്പോൾ ഇതുപോലെ TNT കയറിയതാണ് കേട്ടോ ഇത്. അന്ന് മുർഷിമോളും കൊച്ചുമോളും ഞാനും ഉമ്മയും മുമ്പ് എല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കയറിയതാണ് കേട്ടത് ഇപ്പം നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ അന്ന് എൻ്റെ മക്കളുണ്ടായിരുന്നില്ല. എൻ്റെ മക്കൾ അവിടെ വീട്ടിലായിരുന്നു, ക്വാർട്ടേഴ്സിലായിരുന്നു. അവിടുത്തെ ഉമ്മ ഉണ്ടായിരുന്നു, അതുപോലെ താത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ മന്തിയൊക്കെ മേടിച്ചെടുക്കുക, അവിടുന്ന് ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് അങ്ങോട്ട് പോകാറിട്ട് ഇമ്മ 2-3 പ്രാവശ്യമായിട്ട് അമ്മ വന്നിക്കണു. അങ്ങനെ ഒരു പ്രാവശ്യം പിന്നെന്താ, ഇന്നാൾ വഹാബിൻ്റെ കൂടെ വഹാബും കൊച്ചുമോളൊക്കെ പോയിട്ട് ഷഫിനുട്ടിക്ക്
അന്ന് ബാഗ് മേടിക്കാൻ വേണ്ടി വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ TNT പോയിട്ട് ഫുഡ് കഴിച്ചു. അന്ന് ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 വട്ടം പോയപ്പോൾ എൻ്റെ കുട്ടികളെ കൊടുന്നില്ല എന്നിട്ട് ഉമ്മാക്ക് എപ്പോഴും ഭയങ്കര പരാതിയാണ്. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് റിസ്ക്കാണ്. വെല്ലപ്പുഴയിൽ വന്ന് പട്ടാമ്പി നെസ്റ്റോൻ്റെ അവിടെ വന്ന് ഇറങ്ങി, എന്നിട്ട് പിന്നെ ഓങ്ങല്ലൂർക്ക് വേറെ ബസ് കയറി. ഓങ്ങല്ലൂർ മഞ്ഞളിങ്ങലാണ് ഇത് TNT. അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി, എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വീണ്ടും പട്ടാമ്പിക്ക് ബസ് കയറണം. പട്ടാമ്പി ബസ് കയറിയിട്ട് വേണം പിന്നെ എന്താ പറയുക ഞങ്ങളോടക്ക് മാട്ടായിക്ക് പോകണമെങ്കിൽ. റിസ്ക്കാണ്, എന്നാലും വേണ്ട. ഇനി ഏതായാലും വന്നില്ലേന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിട്ടോ ബസ്സിൽ തിരിച്ച് പട്ടാമ്പിക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാട്ടായേക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.